അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 12 വരെയും 13 മുതൽ 28 വരെയും. 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് പത്രോസിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം കേന്ദ്രീകൃതമായി സുവിശേഷം യഹൂദ ശമരിയ വരെ പരക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 2-ാം ഭാഗത്ത് പൗലോസിൻ്റെ നേതൃത്വത്തിൽ അന്ത്യോക്യ കേന്ദ്രീകൃതമായിട്ട് സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പോകുന്നത് നമ്മൾ കാണുന്നു. 2-ാം ഭാഗം നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി ആർ ട്രൈങ് ടു ബ്രീഫ്ലി സ്കെച്ച് ദി ലൈഫ് ഓഫ് സെയിൻറ്റ് പോൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം ചുരുക്കത്തിൽ ഒന്ന് നോക്കിയതിന് ശേഷം അധ്യായങ്ങൾ പഠിക്കാനായിട്ടാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൗലോസിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ഒന്നാമത്, ഹി വാസ് എ പേഴ്സിക്യൂട്ടർ, സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു. എന്നാൽ കർത്താവ് ഇടപെട്ട് നേരിട്ട് തന്നെ അവനെ കൺവേർട്ട് ചെയ്യുന്നു. സോ ബിഫോർ കൺവേർഷൻ, ദെൻ ഹിസ് കൺവേർഷൻ, ദെൻ ഇമ്മീഡിയറ്റ്ലി ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിങ്. മനസാന്തരപ്പെട്ട് കർത്താവിനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് യെരുശലേം സന്ദർശിക്കാനായിട്ട് താൻ പോയ കാര്യം നമ്മൾ കണ്ടു. പിന്നീട് ബർന്നബാസ് തന്നെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്യയിലെ ശുശ്രൂഷയിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് യെരുശലേമിലെ സാധുക്കളായ വിശ്വാസികളെ സന്ധാരണം ചെയ്യേണ്ടതിനായിട്ട് ഔദാര്യദാനങ്ങളുമായി വീണ്ടും യെരുശലേമിലേക്ക് പോയ കാര്യവും നമ്മൾ കണ്ടു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ നമ്മൾ പൗലോസിൻ്റെ ശുശ്രൂഷയിലേക്കാണ് വരുന്നത്. ശുശ്രൂഷയിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഈ 13-ാം അധ്യായം മുതൽ നമ്മൾ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ പരിശോധിക്കുമ്പോൾ, പൗലോസിൻ്റെ മിഷണറി യാത്രകൾ 2-3 മിഷണറി യാത്രകളും ഒരു യെരുശലേം കൗൺസിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം റോമിലേക്ക് തടവുകാരനായിട്ട് പോകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൗലോസിൻ്റെ മിഷണറി ദൗത്യങ്ങൾ എന്നുള്ള ഭാഗമാണ് ഇന്നു മുതൽ നമ്മൾ പഠിച്ച് തുടങ്ങുന്നത്. അപ്പം പൗലോസിൻ്റെ മാനസാന്തരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് വിചാരിക്കുന്നു. മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതം, മാനസാന്തരം, ആദ്യകാലത്തെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് യെരുശലേം 2 പ്രാവശ്യം സന്ദർശിക്കുന്നു. അന്ത്യോക്യയിലെ സഭായോഗങ്ങളിൽ കൂടി സമയം മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്യോക്യയിലെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹൗ പോൾ വാസ് ബ്രോട്ട് ഇൻ ടു ആക്റ്റീവ് മിനിസ്ട്രി. അതിന് മുമ്പ് ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ശക്തമായിട്ട് ഒരു സുവിശേഷ പ്രഘോഷകനായി, സഭാസ്ഥാപകനായി പൗലോസിനെ പരിശുദ്ധാത്മാവ് വേർതിരിച്ച് ദൗത്യം ഏൽപ്പിക്കുന്നത് 13-ാം അധ്യായത്തിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചാണ്. അതേക്കുറിച്ച് നമുക്ക് വായിച്ചു കേൾക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സഭായോഗങ്ങളിൽ കൂടി ഒരു സാധാരണ വിശ്വാസിയായി നിൽക്കാനല്ല പൗലോസിനെ കർത്താവ് വിളിച്ചത്. ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് തന്നെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ സഭ എന്ത് ചെയ്തു? അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സഭ എന്ത് ചെയ്തു? അങ്ങനെ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. സോ ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ് ഗോസ്പൽ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ്. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രചരിക്കുന്നതിനായിട്ടുള്ള ഒരു വിപുലമായ ദൗത്യം പൗലോസും ബർന്നബാസും, അല്ലെങ്കിൽ ബർന്നബാസും പൗലോസും കൂടി ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. പക്ഷെ പൗലോസിൻ്റെ അപ്പോസ്തോലത്വവും പൗലോസിൻ്റെ ശുശ്രൂഷകളും അംഗീകരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. നാം പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യകാലത്തെ പൗലോസിൻ്റെ ശുശ്രൂഷകളെ ആരും കാര്യമായി ഗവനിച്ചില്ല. സഭയിലൊക്കെ കൂട്ടാൻ തന്നെ മടിയുണ്ടായിരുന്നു. പിന്നെ ബർന്നബാസിൻ്റെ മിനിസ്ട്രി നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ബർന്നബാസിൻ്റെ മിനിസ്ട്രി ഓർമ്മയുണ്ടല്ലോ, ബർന്നബാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ബർന്നബാസാണ് ഒരു കീ റോൾ പ്ലേ ചെയ്തിട്ട് സഭായോഗങ്ങളിൽ കൂടാനും ഈ വേലയിലൊക്കെ ആക്റ്റീവ് ആകാനും പൗലോസിനെ പ്രേരിപ്പിച്ച് ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് ഇടപെടുന്നതാണ്. ഒരു മനുഷ്യൻ ഇടപെട്ടു, എന്നാൽ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇടപെട്ടതാരാണ്? അവരുടെ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഇടപെട്ടു. 9-ാം വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പൗലോസിൽ വ്യാപരിച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. അപ്പോൾ അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി. പൗലോസിൻ്റെ പ്രത്യേകത, അവൻ ഉപവാസ പ്രാർത്ഥനയെ കഴിഞ്ഞ് ദൗത്യത്തിന് വേണ്ടി തന്നെ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നു. പരിശുദ്ധാത്മ പൂർണ്ണനായി എന്നുള്ളതിൻ്റെ തെളിവ് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. അപ്പോൾ അവൻ ആരാണ് അവൻ എന്ന് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ ഒരു വാക്യം മുകളിൽ കയറി വായിച്ചാലായിരിക്കും മനസ്സിലാകുക. അവിടെ എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ 1-2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് നിങ്ങൾ ചുരുക്കത്തിൽ വായിക്കണം. അതായത് എക്സ്പോസിങ് എ ഫോൾസ് പ്രോഫറ്റ് ആൻഡ് എ ഗവർണർ ഓർ എ റൂളർ കമ്മിങ് ടു ഫെയ്ത്ത്. പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സംഭവിച്ച 2 കാര്യങ്ങളാണ്. അവനോട് തിരഞ്ഞെടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ രാജാക്കന്മാരുടെയും അധിപതികളുടെയൊക്കെ മുമ്പിൽ നിർത്തും, അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ദേശാധിപതി വിശ്വസിക്കുന്നു, കള്ളപ്രവാചകൻ്റെ കള്ളത്തരം വെളിപ്പെടുന്നു. കാരണം പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ മാനസാന്തരങ്ങൾ നടക്കും, കള്ളന്മാർ വെളിച്ചത്ത് വരും. കള്ളന്മാരെ പെട്ടെന്ന് നമുക്ക് ആത്മാക്കൾ ആ കാര്യമൊന്ന് വായിച്ച് പാരഗ്രാഫ് തുടങ്ങുന്നിടം മുതലൊന്ന് വായിച്ചാട്ട് കൃത്യം മനസ്സിലേക്ക് വരാൻ. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്ന് അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിനർത്ഥം, അവരോട് എതിർത്തു നിന്നു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവനെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു. പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്നും കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്ന് അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് വർക്ക് സ്റ്റാർട്ടഡ്. പൗലോസിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. നിങ്ങൾ ആ ആംഗിളിൽ നിന്ന് അത് വിലയിരുത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു കാണും, പക്ഷെ പൗലോസിൻ്റെ അപ്പോസ്തോലത്വം അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. പൗലോസിൻ്റെ മാനസാന്തരം തന്നെ ആളുകൾ അംഗീകരിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പം അംഗീകരിക്കപ്പെടേണ്ട കാര്യം എന്താണ്? പൗലോസ് ഒരു അപ്പോസ്തോലനാണോ എന്നുള്ളത്. പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ഒരു ദേശാധിപതി വിശ്വസിക്കാനായിട്ടൊക്കെ തയ്യാറാകുന്നു, അവിടെ ഒരു കള്ളപ്രവാചകനെ എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് പൗലോസിൻ്റെ പഴയ ജീവിതം ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ പൗലോസ് ആയിരുന്നെങ്കിൽ, ചില ആളിലൊക്കെ പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ലെന്ന്, അല്ലേ, ഞാൻ അതിങ്ങ് എടുക്കും എന്നൊക്കെ. രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ അന്വേഷിക്കാം. ഏതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു പഠനം നടത്തുകയായതുകൊണ്ട് പൗലോസ് പഴയ പൗലോസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഉപയോഗിക്കാൻ പോകുന്നത് കായിക ബലമായിരുന്നു. കാരണം അദ്ദേഹം ചെയ്തിരുന്നത് പലരെയും, ഈ വിശ്വാസത്തിലുള്ള പലരെയും പിടിച്ചു കെട്ടി തടവിലാക്കി അവരെ വലിച്ചിഴച്ചു. കൊല്ലാൻ പറ്റുമെങ്കിൽ അവരെ കൊല്ലും, തടവിലാക്കാൻ പറ്റിയാൽ തടവിലാക്കും. ആ തരത്തിൽ ഡീൽ ചെയ്യേണ്ട ഒരാളുടെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിച്ചപ്പോൾ അവിടെ വ്യാപരിച്ചത് കായിക ബലമല്ല, ആത്മശക്തിയാണ്. അവിടെ വ്യാപരിച്ചത് എന്ത് ശക്തിയായിരുന്നു? ആൻഡ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ വാക്കുകളൊക്കെ നിങ്ങൾ വായിച്ചത് കേട്ടെങ്കിൽ അല്ലേ, സകല കപടവും ധൂർത്തും
നിറഞ്ഞവനെ, നിനക്ക് ഇന്ന പണിഷ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇറ്റ് ഹാപ്പൻഡ്. അത് കണ്ടപ്പോഴാണ് ദേശാധിപതിക്ക് എന്തുണ്ടായത്? വിശ്വാസമൊക്കെ ഉണ്ടായത്. അപ്പം നമ്മളുടെ ശുശ്രൂഷകൾ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവശക്തി നമ്മുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കണം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും 1 കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് പിന്നീട് ഇതിനെക്കുറിച്ച് തിയറൈസ് ചെയ്ത് കൊരിന്തിലുള്ളവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്, നമ്മൾ പല പ്രാവശ്യം പരിശോധിച്ചിട്ടുള്ളൊരു വാക്യമാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്, വായിച്ചാട്ടെ 1 കൊരിന്ത്യ ലേഖനം, പല പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഉള്ളിലേക്ക് അതൊന്ന് വരാനായിട്ട്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, മനുഷ്യരുടെ ജ്ഞാനമോ കായിക ബലമോ ഒന്നുമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്, ദൈവശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുമില്ല, കായിക ബലവും ഇല്ല, ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. അപ്പൊ ഇത് പറയാനുള്ള പ്രാഗൽഭ്യം തനിക്ക് കിട്ടിയത് താൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളാണ് വായിച്ചത്. ആ തിയറിയിലേക്ക്, ഈ കൺക്ലൂഷനിലേക്ക് പൗലോസ് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, താൻ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് തന്നെ ഇത് വെളിപ്പെട്ടു. തൻ്റെ ശുശ്രൂഷയിൽ കൂടി എന്ത് വെളിപ്പെട്ടു? ദൈവപരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി അവൻ ശുശ്രൂഷിച്ചപ്പോൾ ആത്മശക്തി അവിടെ വെളിപ്പെട്ടു, അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടു. അദ്ദേഹം പിന്നീട് ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനല്ലയോ? ഞാൻ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ എൻ്റെ കയ്യാൽ ചെയ്തിട്ടില്ലയോ? അപ്പോൾ അത് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വെൻ ഹി സ്റ്റാർട്ടഡ് മിനിസ്റ്ററിങ് ഹിസ് അപ്പോസ്റ്റൽഷിപ്പ് വാസ് അപ്രൂവ്ഡ്. അവൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴാണ് അവൻ അപ്പോസ്തലനാണ്, ദൈവം വിളിച്ച ആ ദൗത്യത്തിനാക്കിയതാണ് എന്ന് തെളിഞ്ഞ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ താൻ ഉപയോഗിച്ച മാർഗങ്ങളും ഒക്കെ നിങ്ങൾ പരിശോധിക്കണം. 12-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ, 13-12 വായിക്കുകയാണെങ്കിൽ, ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. അപ്പം ഉപദേശത്തിൽ കണ്ടോ, യേശു ശുശ്രൂഷിച്ചപ്പോഴും അങ്ങനെയായിരുന്നു, അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇങ്ങനെ ടീച്ച് ചെയ്യുന്നതാരും കണ്ടിട്ടില്ല. അവൻ അധികാരത്തോടെ വചനം പഠിപ്പിക്കുന്നു. അവൻ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇത് വ്യാഖ്യാനിച്ചതാരും കണ്ടിട്ടില്ല. അപ്പോൾ അവർ വിസ്മയിച്ചു, ദൈവശക്തി കണ്ടു, ഉപദേശം കേട്ടു, വിശ്വാസം ഉണ്ടായി. ഒന്നുകൂടെ വായിച്ചേട്ടെ 12-ാം വാക്യം. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. സംഭവിച്ചത് കണ്ടിട്ടാ. അപ്പോൾ ഇങ്ങനെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അത്ഭുതകരമായിട്ട് വ്യാപരിച്ചപ്പോൾ ആളുകൾക്ക് വിസ്മയമുണ്ടായി, അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ വിശ്വാസവും ഉണ്ടായി. അപ്പം ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സുവിശേഷം രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ്. ദൈവവചനം ശക്തിയായിട്ടാണ്. അപ്പം വചനമേ പറഞ്ഞുള്ളൂ, വാസ്തവത്തിൽ വചനമേ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്തോ? പൗലോസ് പണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അടി ഇടിയും പിടിച്ചുകെട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഹി ജസ്റ്റ് പ്രീച്ച് ചെയ്തേ ഉള്ളൂ എന്നുള്ളതും ആളുകൾക്ക് അങ്ങ് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് 1-2 വാക്യങ്ങൾ കൂടി വായിക്കുന്നത് ചിലപ്പം വായിച്ച വാക്യങ്ങൾ തന്നെ നന്നായിരിക്കും. 5-ാം വാക്യം 13-5. കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. 7-ാം വാക്യം. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. He preached the word of God. ദൈവവചനമാണ് പ്രസംഗിച്ചത്. വേറെ ഒന്നും പ്രസംഗിക്കാനായിട്ടുണ്ടായിരുന്നില്ല. വേറെ ജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല. ഇയാൾ ജ്ഞാനിയാണ്, വാഗ്മിയാണ്, താർക്കികനാണ്. പക്ഷേ ഇപ്പോൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം പ്രസംഗിച്ചത് എന്തായിരുന്നു? ദൈവവചനം. ആൻഡ് ദൈവവചനം പ്രസംഗിച്ച ഈ ആള് 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു. സോ ദാറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മിനിസ്ട്രി. വചനവും ആത്മാവും. 9-ാം വാക്യം. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. അപ്പം വായിൽ ദൈവവചനമുണ്ട്, തൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ പൂർണ്ണതയുണ്ട്. ദിസ് ഈസ് വാട്ട് കോഡ്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലന്മാർ മേശയിൽ ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും, ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. സോ അപ്പോസ്തലത്വം വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ അനിവാര്യമാണ്. യു മസ്റ്റ് സ്പീക്ക് ദ വേർഡ് ആൻഡ് യു മസ്റ്റ് ബി ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തും
പിശാച് ബാധിച്ചു. എങ്ങനെ പുറത്താക്കിയത്? അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. അപ്പം വാക്ക് ശക്തിയുള്ളതായിട്ട് മാറുന്നു, കാരണം ആളിൽ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് മിനിസ്ട്രിയിൽ തെളിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ അനുഭവം പൗലോസിൻ്റെ മിനിസ്ട്രിയുടെ ഫസ്റ്റ് അക്കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമ്മൾ സാധാരണ അങ്ങ് ഓടിച്ച് വായിച്ച് വിടുകയായിരിക്കും. പഠനമായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 13-ാം അധ്യായത്തിൽ അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചിട്ട് ഒന്നാമത് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഉപയോഗിച്ച സന്ദർഭമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ പരിശുദ്ധാത്മാവ് അവനെ നിറച്ചു, അവൻ പൂർണ്ണനായിട്ട് ദൈവവചനം സംസാരിച്ചു. അപ്പോൾ അത്ഭുതങ്ങൾ നടന്നു, ആളുകൾ ഉപദേശത്തിൽ വിസ്മയിച്ചു, വിശ്വാസം ഉണ്ടായി. അങ്ങനെ നമ്മൾ അധ്യായം ഇനി ശ്രദ്ധിച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ നേതൃത്വം ആരുടെ കയ്യിലായിരുന്നു? 2 പേര്, പൗലോസും ഉണ്ട്, ബർന്നബാസും ഉണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിച്ചത് തന്നെ എങ്ങനെയായിരുന്നു? 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും. സോ ഹു വാസ് ഫസ്റ്റ്? ബർന്നബാസിനെയും പൗലോസിനെയും, അല്ലേ? ബർന്നബാസിനെയും ശൗലിനെയും. സോ ഹു വാസ് ദ ലീഡർ? ബർന്നബാസ് ആണ് വിളിച്ചുകൊണ്ട് വന്നതും, ബർന്നബാസ് ആണ് സഭായോഗത്തിൽ കൂട്ടിയതും, ബർന്നബാസ് ആണ് പ്രബോധിപ്പിച്ചതും, ബർന്നബാസ് മിനിസ്ട്രിയൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. ഹു വാസ് സുപ്പീരിയർ? ബർന്നബാസ്. But if you carefully read the chapter, that leadership role changes. ഇനി പറയാൻ പോകുന്നത് പൗലോസും ബർന്നബാസും. നേരത്തെ എല്ലാം പറഞ്ഞത് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുകയല്ല. അതാണല്ലോ അധ്യാപകൻ്റെ ജോലി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ പുറകോട്ടും മുമ്പോട്ടും ഒക്കെ പോയി വായിച്ചാൽ 13-2 കണ്ടല്ലോ ബർന്നബാസിനെയും ശൗലിനെയും. 12-25 ഒരു പേജ് മറിച്ചാൽ പ്രീവിയസ് ചാപ്റ്റർ. ബർന്നബാസും ശൗലും 13-7 ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി. അപ്പം ഈ ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ബർന്നബാസ് ആൻഡ് പോൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് ദ ഹൈ ഹാൻഡ്, ദ ലീഡർഷിപ്പ് ഹാൻഡ് വാസ് വിത്ത് ബർന്നബാസ്. ബട്ട് നൗ വൺസ് യു കം ടു 13 വരുമ്പോൾ പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്ന് കപ്പൽ നീക്കി. അപ്പം ചരിത്രകാരൻ ഇപ്പോൾ പുതിയൊരു നേതാവിനെ കാണുകയാണ്. പൗലോസും ശരിക്കും എന്തോ ഒരു കുഴപ്പമുണ്ടായില്ലോ അവിടെ. ബർന്നബാസും കൂടെയുള്ളവരൊന്നും അല്ലായിരുന്നോ പറയേണ്ടിയിരുന്നത്? അല്ല, പൗലോസ് ഉയർന്നു വരികയാണ്. ആ അപ്പോസ്തലത്വത്തിൽ ഒരു സുപ്രധാന ധാരയിലേക്ക്. 13-43 വാക്യം, 42-43 വാക്യങ്ങൾ വായിച്ചാൽ, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. 46-46 വാക്യം. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ടു. ഇപ്പോൾ ലീഡർഷിപ്പിന് എന്ത് പറ്റി? തിരിഞ്ഞു വന്നു. പോൾ ബിക്കംസ് ഫസ്റ്റ് ആൻഡ് ബർന്നബാസ് ഗോസ് സെക്കൻഡ്. ബർന്നബാസിന് പരാതിയില്ലെന്നും കൂടി നോക്കണം കേട്ടോ. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? നിന്നെ ആരും നോക്കാതെ കിടന്നപ്പം ഞാനാണ് വിളിച്ചുകൊണ്ട് നിന്നെ പള്ളിക്കാർക്ക് പരിചയപ്പെടുത്തിയത്, നിനക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നത് ഞാനാണ്. എന്നിട്ട് ഇപ്പം നീ എന്നെ കവച്ചു വെക്കുകയാണോ? അങ്ങനെയൊന്നും വലിയ മിടുക്കനാകണ്ട. അപ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ട് 2 സഭകൾക്കുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പോൾ ആൻഡ് ബർന്നബാസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇനീഷ്യലി ഇറ്റ് വാസ് ബർന്നബാസ് ആൻഡ് പോൾ, നൗ ഇറ്റ് ബിക്കംസ് പോൾ ആൻഡ് ബർന്നബാസ്. എന്ന് മാത്രമല്ല 14-12 വായിച്ചാൽ ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ. സോ ഇപ്പൊ ആരാ മുഖ്യ പ്രസംഗി? പൗലോസ്. കണ്ടോ, പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ. ആ പ്രയോഗമാണ് കണ്ടത്. അപ്പോൾ മുഖ്യ പ്രസംഗ സ്ഥാനത്തേക്ക് വന്നതിപ്പോൾ പൗലോസാണ്. ബർന്നബാസ് അല്ല, മുഖ്യ പ്രസംഗി, ദ ചീഫ് പ്രീച്ചർ. ഏറ്റവും പ്രധാനമായിട്ട് വചനം കൊടുക്കാനായിട്ട് മുഖ്യനായിട്ട് മുന്നോട്ട് എടുത്തു വെക്കുന്നത് ആരെയാണ്? പൗലോസ്. 15-2 അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പൗലോസിനും ബർന്നബാസിനും കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രയോഗമാണ് കാണുന്നത്. അപ്പം പൗലോസിൻ്റെ അപ്പോസ്തലത്വം അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എവ്രി വൺ അക്സെപ്റ്റഡ് ദാറ്റ് പോൾ ഈസ് ദി അപ്പോസ്റ്റൽ ആൻഡ് ഇറ്റ് ഈസ് ഹീ ഹൂ ഹാസ് ടു ലീഡ്. നേതൃത്വം എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആൾ ആരാണ്? ബർന്നബാസ് വിളിച്ചുകൊണ്ട് വന്നെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ നേതൃത്വം കൊടുത്ത് ജനത്തെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിൻ്റെ വിളിയും അനുഗ്രഹവും കൃപയും നിറവും എല്ലാം വന്നിരിക്കുന്നത് പൗലോസിൻ്റെ മേലാണ് എന്ന് ആളുകൾ കൂടെ നിൽക്കുന്നവർ ഒക്കെ കൺവിൻസ്ഡായി. അതുകൊണ്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയ ലൂക്കോസ് ഈ
രീതി മാറ്റിയിട്ടത്. ബർന്നബാസും പൗലോസും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ പൗലോസും ബർന്നബാസുമായി പൗലോസ് മുഖ്യ പ്രസംഗിയായി എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പൗലോസിൻ്റെ അപ്പോസ്തലത്വം ശുശ്രൂഷ തുടങ്ങിയതോടുകൂടി അംഗീകരിക്കപ്പെടുന്നു. ബോത്ത് ഇൻ വേർഡ് ആൻഡ് ഇൻ ഹോളി സ്പിരിറ്റ്. വചനത്തെ സംബന്ധിച്ചാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവിനെ സംബന്ധിച്ചാണെങ്കിലും അപ്പോസ്തലനാണ് എന്ന് ആളുകൾക്ക് ഉറപ്പ് കിട്ടുന്നു. നമ്മൾ ഈ മിഷണറി യാത്രകൾ ഈ ക്ലാസ്സിലല്ല, വേറൊരു ക്ലാസ്സിലാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൗലോസിനെയാണ് പരിശോധിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മിഷണറി യാത്രകളും പോയ സ്ഥലങ്ങളും ഒക്കെ പിന്നീടാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ പൗലോസ് എന്ന ദൈവദാസനെയാണ് നമ്മൾ ജീവചരിത്രപരമായിട്ട് അപഗ്രഥിക്കുന്നത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗമാണ് കാണുന്നത്. നമ്മൾ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം, ഈ രണ്ട് ഭാഗങ്ങളിലും പത്രോസിൻ്റെ പ്രസംഗമുണ്ട്, പൗലോസിൻ്റെ പ്രസംഗമുണ്ട്, അല്ലേ? രണ്ടു പേർക്കും പ്രവർത്തന കേന്ദ്രമുണ്ട്. പത്രോസ് ആദ്യത്തെ 12 അധ്യായത്തിൽ, പൗലോസ് 13 മുതലുള്ള അധ്യായങ്ങളിൽ. പത്രോസിൻ്റെ പ്രവർത്തന കേന്ദ്രം യെരുശലേം, പൗലോസിൻ്റേത് അന്ത്യോക്യ. സുവിശേഷം ശമരിയ വരെ പത്രോസ് എത്തിക്കുന്നു, ഭൂമിയുടെ അറ്റത്തോളം പൗലോസ് എത്തിക്കുന്നു. പൗലോസ് വിശ്വസിക്കാൻ പറയും, പത്രോസ് മാനസാന്തരപ്പെടാൻ പറയും. ഇത് ഇതുവരെ കാണാൻ പഠിച്ചില്ലേ? യെസ്. അപ്പം അങ്ങനെയാണ് ഈ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. രണ്ടാമത്തെ പ്രസംഗം 3-ാമത്തെ അധ്യായത്തിലുണ്ട്. നമ്മളിതൊക്കെ പരിശോധിച്ചായിരുന്നു. അപ്പോൾ പൗലോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗവും പരിശോധിക്കണ്ടേ? അപ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെയാണ് പൗലോസ് ചെയ്ത ഒന്നാമത്തെ പ്രസംഗം. പിന്നെ ഒരുപാട് പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്, അത് താഴോട്ട് നിങ്ങൾക്ക് വായിക്കാം. എല്ലാ പ്രസംഗവും അപഗ്രഥിക്കുന്നില്ല, ഒരു പ്രസംഗം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 16-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾക്കുവിൻ. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസ കാലത്ത്. 16-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്. അപ്പം വളരെ എക്സ്പോസിറ്ററി പ്രീച്ചിങ് വല്ലതും ആയിരിക്കും. എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ ചടുലതയോടുകൂടിയാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു തണുപ്പം പ്രസംഗമല്ല, വളരെ തീവ്രതയോടെ ചടുലതയോടെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ എന്താണ് താൻ പ്രസംഗിച്ചതെന്നുള്ളതാണ് നമ്മളെ കണ്ടൻറ് ഓഫ് ദ മെസ്സേജ് ആണ്. നമുക്ക് ആ പ്രസംഗം മുഴുവൻ വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പുസ്തകം കയ്യിലുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ പോയാൽ വീണ്ടും വായിക്കാം, ഞാൻ തന്നെ വായിപ്പിക്കണ്ടല്ലോ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഐ എം ബ്രിങ്ങിങ് ടു യുവർ നോട്ടീസ് സം ഓഫ് ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ് പെർട്ടിക്കുലർലി ഇൻ ദിസ് സെർമൺ. ഈ പ്രസംഗത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഹി ട്രേസ്ഡ് ദി ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ആദ്യം ചെയ്ത കാര്യം വായിച്ചാട്ടെ, 17-ാം വാക്യം വായിച്ചാട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി. അവരെ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളത് പറഞ്ഞ് എവിടെ എത്തിച്ചു? ടു ദ കമ്മിങ് ഓഫ് ജീസസ്. ഹിസ്റ്ററി വാസ് ട്രേസ്ഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ടിൽ ദ കമ്മിങ് ഓഫ് ജീസസ്. യേശു വന്നത് വരെയുള്ള 23-ാം വാക്യം വായിച്ചാട്ടെ. 23. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. കണ്ടോ, യേശു വരെയുള്ള ചരിത്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ച് കണ്ടുപിടിച്ചാൽ മതി. 17 മുതൽ 23 വരെ വായിക്കുമ്പോൾ വളരെ കൺസൈസ് ആയിട്ട് ഹി ട്രേസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് വന്നത് എന്ന്, അവരെ വിടുവിച്ചത് എങ്ങനെയാണ്, നടത്തിയത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം. എന്തിനു വേണ്ടിയായിരുന്നു? യേശു എന്ന രക്ഷിതാവിനെ വെളിപ്പെടുത്തുന്നത്. ഞാനിതിനു മുമ്പ് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ദൈവം അബ്രഹാമിൽ ഒരു ജനതയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുക്കാൻ, രണ്ട്, ആ വചനം അനുസരിച്ച് ജീവിച്ച് ഒരു മാതൃകയുള്ള സാക്ഷ്യ ജീവിതം നയിക്കുവാൻ, മൂന്ന്, യേശുക്രിസ്തു അവരിൽ കൂടി വെളിപ്പെടുവാൻ. ഈ 3 കാര്യങ്ങൾക്കാണ് അവർ നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ദൈവവചനം. രക്ഷിക്കപ്പെട്ടപ്പോഴാണല്ലോ പുസ്തകം ആദ്യം കയ്യിലെടുക്കുന്നത്. അതുവരെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നാം വഴി ക്രിസ്തു അനേകർക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ. അപ്പോൾ അങ്ങനെ ക്രിസ്തു എന്ന രക്ഷിതാവിനെ അവർക്ക് കൊടുത്തു. ഇറ്റ് ഈസ് ഹിസ്റ്ററി. അത് കഴിഞ്ഞിട്ട് 26-ാം വാക്യം വായിച്ചാൽ എന്ത് വചനമാണ് പ്രസംഗിച്ചതെന്നുള്ളത് പിടികിട്ടും. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അറിയിച്ചിരിക്കുന്നത്. അനുഗ്രഹവചനമല്ല. അത് അടി വരയ്ക്കണം.
എന്ത് വചനമാണ് പ്രസംഗിച്ചത്? ദ മെസ്സേജ് ഓഫ് സാൽവേഷൻ, രക്ഷാവചനമാണ് പ്രസംഗിച്ചത്. അനുഗ്രഹമൊഴികളല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിറക്കിൾ കാര്യങ്ങളൊന്നുമല്ല പ്രസംഗിച്ചത് രക്ഷാവചനമാണ്. ഈ രക്ഷാവചനത്തിൻ്റെ അല്ലെങ്കിൽ യേശു എന്ന ആരെ അയച്ചെന്നാണ് പറഞ്ഞത്? യേശു എന്ന രക്ഷിതാവിനെ അയച്ചു, യേശു എന്ന അത്ഭുത പ്രവർത്തകനെ അയച്ചു എന്നൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ജീസസ് ദ സേവിയർ, യേശു എന്ന രക്ഷകനെ അയച്ചു. ആ രക്ഷകൻ വഴി വരുന്ന രക്ഷാവചനം അവരെ അറിയിച്ചു. ആ രക്ഷാവചനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നത് 32-ാം വാക്യത്തിലുണ്ട്. 32-ാം വാക്യം, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ, മരണത്തെ നീക്കി ഉയർപ്പിനാൽ പുതിയൊരു ജീവനുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തി. യേശുവിനെ ഉയർപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷീകരിച്ചു. അവരറിയിച്ച സാധനം എന്താണ്? സുവിശേഷം. യേശുവിൻ്റെ ഉയർപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള സുവിശേഷം അറിയിച്ചു. നമ്മളിന്ന് എന്താ അറിയിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. പൗലോസ് എന്താ അറിയിച്ചത്? എന്തുകൊണ്ട് ആത്മശക്തി വ്യാപരിച്ചത്? എന്തുകൊണ്ടാണ് വിശ്വാസം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, പൗലോസ് ചരിത്രം അവരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്നുള്ളത് സത്യമാണെങ്കിലും ക്രമേണ ഈ സുവിശേഷം എവിടെ കൊണ്ടുവന്നു? യേശു എന്ന രക്ഷിതാവ്, രക്ഷാവചനം അവരോട് പറഞ്ഞു. ആ രക്ഷാവചനമാകുന്നത് പിന്നീട് പൗലോസ് തിയറൈസ് ചെയ്യുന്നുണ്ട്. യേശുവിനെ ഉയർപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും സുവിശേഷമൊക്കെ വ്യർത്ഥമാണ്. സോ ഇറ്റ് കെയിം ടു ദാറ്റ് പോയിന്റ് ദാറ്റ് ജീസസ് വാസ് റിസറക്റ്റഡ്. യേശുവിനെ ഉയർപ്പിച്ചു എന്ന സുവിശേഷം, ആ സുവിശേഷം ഗോസ്പൽ അതാണ്. അതായത് നമ്മളെ മരണത്തിലേക്ക് പിടിച്ചു താത്തുന്ന പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു മരണത്തെ ജയിച്ച് മരണാധികാരിയായ പിശാചിൻ്റെ തല തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗം തുറന്ന് നമ്മെ ദൈവത്തോട് ബന്ധിപ്പിച്ചു. ദിസ് ഈസ് ഗോസ്പൽ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത്, അതല്ല വേറെ ഒന്നിനുമല്ല. ആ വഴിക്ക് നമുക്ക് വിശ്വാസം ഉണ്ടാകാനും നമ്മളെ നല്ല വഴിക്ക് വരാനും ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ യേശു ചെയ്ത് കാണും. പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഴുവനും മെയിൻ ഗോളിലേക്കല്ല, പലപ്പോഴും സബ് ഗോളിലേക്കാണ് പോകുന്നത്. ഇഫ് ദർ ഇസ് എ മെയിൻ ഗോൾ യു മസ്റ്റ് ഫോക്കസ്, അല്ലേ? അതിലേക്ക് വേണം. പക്ഷെ സബ് ഗോളുകൾ എന്ന് പറയുന്ന പല കാര്യങ്ങൾ കാണും. അതിലേക്ക് ആ വന്ന വഴിക്ക് യേശു സൗഖ്യമാക്കി, വന്ന വഴിക്ക് യേശു 5 അപ്പം കൊണ്ടായി. അപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു ഇവനെ പിടിച്ച് രാജാവാക്കിയിട്ട് ഉള്ളത്. യേശു അവരുടെ ഇടയ്ക്ക് ഒന്ന് മാറിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ യേശു ഇല്ലെന്നേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് പിടിച്ച് രാജാവാക്കാൻ, അല്ലെങ്കിൽ ആഹാരം തരുന്നവനാക്കുക, സൗഖ്യം തരുന്നവനാക്കുക, അനുഗ്രഹം വർഷിപ്പിക്കുന്നവനാക്കുക, ഇതൊന്നുമല്ല യേശു വന്നത്. അതൊക്കെ യേശു ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലേ, ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ മെയിൻ തിങ്. ഇതെങ്ങനെ ആളുകളുടെ തലയെ കയറ്റേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. പൗലോസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു, അവനെ ഉയർപ്പിച്ചു. ആൻഡ് ഐ പ്രീച്ച് ദിസ് ഗോസ്പൽ. അത് മാത്രമല്ല 31-ാം വാക്യം പറയുകയാണ്, വി ആർ വിറ്റ്നസസ് ഫോർ ദിസ് തിങ്. അവൻ തന്നോടുകൂടെ ഗലീലായിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു. ഞങ്ങൾ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ സാക്ഷികളാണ്. രോഗസൗഖ്യമായെന്നുള്ളതിൻ്റെ സാക്ഷിയല്ല, അനുഗ്രഹം വീണെന്നുള്ളതിൻ്റെ സാക്ഷിയല്ല. നമുക്ക് എന്ത് സാക്ഷിയാണ് പറയാനുള്ളത്? ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹീസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇതാണ് ഗോസ്പൽ. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായിട്ട് ഒരേപോലെ. പിന്നെ ഇടയ്ക്ക് വന്ന് മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിംബോളിക്കായിട്ടൊരു കാര്യം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ അനുഗ്രഹ വർഷമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ എന്തിൻ്റെ സാക്ഷികളാണെന്നാണ് പറഞ്ഞത്? അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികൾ. കാരണം ഉയർപ്പില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രസംഗവും എല്ലാം വ്യർത്ഥമാണ്. സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ടായി സ്നാനപ്പെടുത്തുന്നത് പോലും. വൈ ബാപ്റ്റിസം? നമ്മൾ പഴയതിനെ കുഴിച്ചിട്ടു, പുതിയത് ഉയർക്കുന്നു. ഈ പഴയത് കൊണ്ട് പോകാനൊക്കുകയല്ല. പഴയതിൻ്റെ മുകളിൽ കുറച്ച് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വാരിയിട്ടേച്ച് കേക്കിന് പുഡിങ് ഇടുന്നത് പോലെ അകത്തിപ്പോഴും സാധനം ഇരിക്കുന്നത്. പുറമൊക്കെ നന്നായിട്ട് പുഡിങ് ഇതൊക്കെ തേച്ചിട്ടുണ്ടായിരിക്കും, ഇതിന് ഐസിങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ പഴയ സാധനം തന്നെ ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് വോണ്ട് വർക്ക്. ആ ജഡത്തിൻ്റെ സാധനങ്ങളൊന്നും ദൈവത്തിന് സ്വീകാര്യം അല്ല. ദാറ്റ് ഷുഡ് ഡൈ ആൻഡ് ഗോ, ഷുഡ് ബി ബറീഡ്. അത് മരിച്ച് അടക്കപ്പെട്ട് പുതിയൊരു ജീവൻ അതിനകത്ത് നിന്ന് ഉയർക്കണം. അതാണ് സുവിശേഷം. യേശു അതാണ് നമുക്ക്
കാണിച്ചു തന്നത്. എന്നിട്ട് 27-ാം വാക്യം വായിച്ചാൽ എന്താ സംഭവിച്ചത്? യെരുശലേം നിവാസികളും ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യെരുശലേം നിവാസികൾ അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ. ദിസ് ഈസ് ദ പ്രോബ്ലം. പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, യേശുവിനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന എല്ലാ പള്ളികളിലും, ക്രൈസ്തവ പള്ളികളിലൊക്കെ എന്ത് വായിക്കുന്നുണ്ട്? വചനം വായിക്കുന്നുണ്ട്. മോശ എഴുതിയത് വായിക്കും, പൗലോസ് എഴുതിയത് വായിക്കും, യേശു എഴുതിയത് ഏവൻ ഗേലിയോ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ വായിക്കും. പക്ഷെ എന്താ വായിച്ചതെന്നുള്ളത് ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയായതുകൊണ്ട്, അത് വേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. യു എർ ബിക്കോസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്ക്രിപ്ചർ ഈസ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് ഈസ്. ഇത് രണ്ടും കണ്ടോ. അപ്പോൾ പൗലോസ് കൂടി വെളിപ്പെട്ടത് എന്തായിരുന്നു? വചനവും ആത്മാവും. വചനം സംസാരിച്ചു ആത്മനിറവിൽ. അപ്പോഴാണ് ആളുകൾക്ക് തിരിച്ചറിവുണ്ടായത്. അപ്പോൾ ഇവർക്ക് എന്താ തിരിച്ചറിവ് ഉണ്ടാകാതിരുന്നത്? യേശുവിനെയും തിരിച്ചറിഞ്ഞില്ല, തിരുവെഴുത്തുകളെയും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഈ അതുകൊണ്ട് പൗലോസിൻ്റെ ഇനിയുള്ള ചില പ്രസംഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, ഈ തെസ്സലോനിക്കയിലൊക്കെ ചെല്ലുമ്പോൾ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവെഴുത്തുകളാണ് ബേസ്, പ്രസംഗ വിഷയം യേശുവാണ്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 27. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ. അവനെയും വചനത്തെയും. വചനം വായിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ വായിക്കുന്നുണ്ട്, അവനില്ലേന്ന് ചോദിച്ചാൽ പിന്നെ അവനെ പ്രതിമ രൂപത്തിലും അല്ലാതെയൊക്കെ പള്ളിയിലുണ്ട്. പക്ഷേ ഇത് ആരാണെന്നുള്ളത് ആളുകൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ഇതാണ് ദുര്യോഗം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ ഈ തിരിച്ചറിവ് അവർക്ക് കൊടുക്കുവാൻ ഇതൊക്കെ വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ഒരു മാനസാന്തരം, ഒരു റിപ്പൻറ്റൻസ്, ഒരു ശരിയായ യേശുവിനെ അല്ല, ഇത് അവർ വേറൊരു യേശുവിനെക്കുറിച്ചും വേറൊരു സുവിശേഷത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അവരുടെ ബുദ്ധിയൊക്കെ ഒന്ന് ദൈവം തുറക്കണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. നമ്മൾ പ്രാർത്ഥനയോടെ വചനം പറയാനായിട്ട് പോവുകയാണെങ്കിൽ ദൈവാത്മാവ് വ്യാപരിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിവാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ മനസ്സാന്തരപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തിരിച്ചറിവില്ല. ആ വാക്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കേട്ടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കേട്ടത് ശ്രദ്ധിച്ചില്ല, കേട്ടത് ഗൗരവമായിട്ട് എടുത്തില്ല. ഇനി നമ്മളങ്ങനെയൊക്കെ ചെന്ന് പൗലോസിനെ കുറിച്ചും ചില സ്ഥലത്ത് പറഞ്ഞു, ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു? ഞങ്ങളുടെ റബ്ബിമാരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, ജാർഗൺ പദങ്ങളൊക്കെ വെച്ച് കടിച്ചാൽ പൊട്ടാത്ത ഗ്രീക്കും ഹീബ്രു ഒക്കെ പറഞ്ഞ് ഈ വിടുവായനൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടല്ല. ഈ വിടുവായന് ഗ്രീക്ക് അറിയാൻ പാടില്ലേ? ഹീബ്രു അറിയാൻ പാടില്ലേ? പോയട്രി അറിയാൻ പാടില്ലേ? ഫിലോസഫി അറിയാൻ പാടില്ലേ? പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്താ? നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് നിരൂപിച്ചു. എന്താ അതിൻ്റെ കാര്യം? നിങ്ങളുടെ വിശ്വാസത്തിന് എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ വാഗ്ധോരണിയല്ല, എൻ്റെ സയൻസ് നോളജല്ല, ചരിത്ര നോളജല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ, ദൈവത്തിൻ്റെ ശക്തി തന്നെ. കാരണം ഇത് രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. യു മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ടു ദ കിങ്ഡം ഓഫ് ലൈറ്റ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അവിടെ ദൈവശക്തി വ്യാപരിച്ചെങ്കിലേ ഒക്കെ ഉള്ളൂ. ഒരു ചെറിയ അറിവൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു സയൻറ്റിഫിക് നോളജ് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊയേഴ്സ് ചെയ്തിട്ട് ഇതാണ് ശരിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോഴാണ് ഈ അന്ധകാര ലോകം വിട്ടിട്ട് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നത്. അതിന് പരിശുദ്ധാത്മാവിനും വചനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്തതൊക്കെ ഷാലോ മാനസാന്തരം. എപ്പം കർത്താവ് പറഞ്ഞല്ലേ, വചനം പല സ്ഥലത്താണ് പോയി വീഴുന്നത് അല്ലേ? നല്ല നിലത്ത് വീണത് മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. മറ്റേതൊക്കെ കിളുക്കുകയും ഏതാണ്ട് ആത്മീയത ഉണ്ടെന്നൊക്കെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്യും. പാറപ്പുറത്തും വഴിയേരുകയും അല്ലേ, മുള്ളിനിടയിലുമൊക്കെ എല്ലാം കിളുത്തു, എല്ലാം വചനമായിരുന്നു, എല്ലാം ശരിയായിരുന്നു. പക്ഷെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളതൊക്കെ നാം ശ്രദ്ധിക്കണം. ഏതാണെങ്കിലും ഇവർ കേട്ടത് ശ്രദ്ധിച്ചില്ല, കേട്ടത് ഗൗരവമായി എടുത്തില്ല, അതുകൊണ്ട് അവർക്ക് തിരിച്ചറിവുണ്ടായില്ല. ഇതാണ് ഇന്നും ജനങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആൻഡ് വാട്ട് ഈസ് റിയലി ദ ഗോസ്പൽ? 38-39 വാക്യങ്ങൾ. എന്താണ് വാസ്തവത്തിൽ സുവിശേഷം മനുഷ്യർക്ക് നൽകുന്നത്? 38-39 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. ഇവൻ മൂലം നിങ്ങളോട് രോഗസൗഖ്യം അറിയിക്കുന്നു എന്നല്ല പറഞ്ഞത്.
പാപമോചനം. മൂലം നിങ്ങൾക്ക് ആഹാരം വർദ്ധിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ വീട് പുതുക്കി പണിയാമെന്നല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. സോ വാട്ട് ഈസ് ഗോസ്പൽ? ഗോസ്പൽ ഡീൽസ് വിത്ത് സിൻ. മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഏക കാരണം പാപമാണ്. ബാക്കിയൊന്നുമല്ല വിഷയം. ബാക്കിയൊന്നും ഞങ്ങളാരും എതിരല്ല, നമ്മളാരും എതിരല്ല. ആർക്കെങ്കിലും പണം ഉണ്ടാകുന്നതിന് എനിക്ക് തന്നെ വിഷമം. അങ്ങനെ ആരും ദയവായിട്ട് ചിന്തിക്കരുത്. പക്ഷേ പാപമോചനം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് സാധിക്കത്തില്ല. ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു, പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും. വേദപുസ്തകത്തിൽ ദ ഫസ്റ്റ് റെഫറൻസ് ടു വിശ്വാസനീതി ബ്രോട്ട് ബൈ പോൾ. പീറ്റർ ഒന്നും ഇത് പറഞ്ഞിട്ടില്ല. പീറ്റർ പറഞ്ഞതിനേക്കാളൊക്കെ ഒരു പടി അപ്പുറത്തേക്ക് പോയിട്ട് വിശ്വാസനീതി എന്ന കാര്യം കണ്ടോ, വളരെ ഭംഗിയായിട്ട് പൗലോസ് ബിക്കംസ് എ ഡോക്ട്രിനേറിയൻ ഓർ എ ഫിലോസഫർ എന്ന് വേണമെങ്കിൽ പറയാം. ഉപദേശങ്ങളൊക്കെ വളരെ ആഴത്തിൽ തൻ്റെ ഉള്ളിൽ ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 38-39 വാക്യങ്ങൾ ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ പറഞ്ഞത് ഓർക്കുക. മോശയുടെ ന്യായപ്രമാണം കിട്ടിയ ചരിത്രമൊക്കെ നേരത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. കുറെ നിങ്ങൾക്ക് നീതീകരണം, അതാണ് നിങ്ങളുടെ പ്രോബ്ലം. മോശയുടെ ന്യായപ്രമാണം കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വന്നില്ല? നീതീകരണം വന്നില്ല. വരാത്ത സകലത്തിലും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടും. വിശ്വസിക്കുന്ന ഏവരും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. സോ വിശ്വാസ നീതിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസംഗം പൗലോസിന്റെ വായിൽ നിന്നാണ് വന്നത്. നിങ്ങളതെല്ലാം പരിശോധിച്ച് നോക്കണം. എന്നിട്ട് പിന്നീട് ലേഖനങ്ങളൊക്കെ എഴുതിയപ്പോൾ ഇതിനെ കൂടുതൽ വികസിപ്പിച്ചു. ഇത് കുറേ കൂടെ ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസ നീതി എന്ന് പറയുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസാണ് പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു ഓൾട്ടർ കോൾ കൊടുത്ത് കാണുന്ന ഈ സമയത്ത്. ഈ വിശ്വാസനീതിയും അല്ലേ സുവിശേഷവും പാപമോചനവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോബബ്ലി പൗലോസ് എന്ത് ചെയ്ത് കാണും? താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കാണും. നമുക്കും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. കം ഫോർവേഡ്, ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറഞ്ഞൊരു ഓൾട്ടർ കോൾ അവരെ മുമ്പോട്ട് വിളിച്ച് കാണും. അങ്ങനെ വിളിച്ച് വരുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ട് വാസ് ദെയർ റെസ്പോൺസ്? എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? 42-43 വാക്യങ്ങൾ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഈ വചനത്തിൽ എന്തുണ്ടായി? താല്പര്യമുണ്ടായി, വിശ്വാസമുണ്ടായി. അടുത്ത പ്രാവശ്യവും അടുത്ത ശനിയാഴ്ചയും ഈ വചനം ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർണബാസിനെയും അനുഗമിച്ചു. കണ്ടോ, അനുഗമിച്ചു. ദാറ്റ് മീൻസ് ദേ ബിക്കെയിം ഡിസൈപ്പിൾസ്. അവരുടെ പ്രസംഗം കേട്ടിട്ട് കുറേ ആളുകൾ ഡിസൈപ്പിൾസായി, അനുഗമിച്ചു. കുറേ ആളുകൾക്ക് ഇനിയും ഈ പ്രസംഗം കേൾക്കണം. ഈ ഡിസൈപ്പിൾസിനും താല്പര്യം ഉണ്ടായി കാണും. കാരണം ഇങ്ങനത്തെ പ്രസംഗം ഇതുവരെ കേട്ടിട്ടില്ല. സോ ഞങ്ങൾ പാപമോചനത്തെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല, വിശ്വാസനീതിയെക്കുറിച്ച് കേട്ടിട്ടില്ല. ദിസ് ഈസ് വണ്ടർഫുൾ വേർഡ്, ദിസ് ഈസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മനിറവിലുള്ള ദൈവവചന ശുശ്രൂഷ. ഇന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദേ വെർ ഡെലിവേർഡ്. ദിസ് ഈസ് ഡെലിവറൻസ്. നിങ്ങളെന്നെ ഇവിടെ ഉണ്ട്. എന്താ ഡെലിവറൻസ് എന്ന് പറയുന്നത്? ഡെലിവേർഡ് ഫ്രം സിൻ. ദി ഫീലിംഗ് ദാറ്റ് ദേ ആർ ഡെലിവേർഡ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് മോചനം കിട്ടി. ഞങ്ങൾക്ക് നീതി ദൈവം തരുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ ഇവനിൽ വിശ്വസിച്ചപ്പോൾ ഞങ്ങൾക്ക്, നമ്മുടെ ഡെലിവറൻസ് എന്ന് പറയുന്നത് എന്നാ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഇതാണ് ഡെലിവറൻസ്. ദേ ഗോട്ട് എ ടോട്ടൽ ഡെലിവറൻസ് ഫ്രം അവരെ പിടിച്ചു വച്ചിരുന്ന പൈശാചിക ശക്തികളിൽ നിന്ന്, പാപത്തിൽ നിന്ന് ഒരു മോചനം അവർക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തു? അവനെ അനുഗമിച്ചു. അവർക്ക് ഇനിയും ഇതേക്കുറിച്ച് കൂടുതൽ കേൾക്കണം. പക്ഷെ എല്ലാവരും പറഞ്ഞില്ല കേട്ടോ. 45-ാം വാക്യം, 45-ാം വാക്യം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു. അപ്പോൾ എന്തും കൂടെ തെളിഞ്ഞു വന്നു. പൗലോസ് യഹൂദന്മാരുടെ അപ്പോസ്തലനല്ല, ജെന്റൈൽ. ആരാ അസൂയ നിറഞ്ഞത്? എന്നോട് വായിച്ചാൽ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി. യഹൂദന്മാര് ഈ ആളുകൾ ഇത്രയൊക്കെ ഇവരുടെ കൂടെ കൂടുന്നതെന്ന് കണ്ടപ്പോഴത്തേക്ക് അസൂയ നിറഞ്ഞു. സോ ഓൾവേസ് ഗോസ്പൽ ഡിവൈഡ്സ്.
ഗോസ്പൽ ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ സമാധാനമല്ല വാളത്ത്. ഇറ്റ് ഡിവൈഡ്സ്. വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും, ഇറ്റ് ഡിവൈഡ്സ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാൽവറി ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ന്യായവിധിയെയുമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന ആളുകൾ ആ സുവിശേഷം സ്വീകരിച്ച് ജീവനിലേക്ക് വരും. എന്നാൽ അത് മനസ്സിലാകാതെ അസൂയ നിറഞ്ഞിരിക്കുന്ന ആളുകൾ എന്തിലേക്ക് പോകും? ന്യായവിധിയിലേക്ക് പോകും. അതുകൊണ്ടാണ് പിന്നീട് പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അപ്പോൾ ദർ ആർ 2 ഗ്രൂപ്പ്സ്. രക്ഷിക്കപ്പെടുന്നവരുമുണ്ട്, അതാണ് ക്രോസ് ഡിവൈഡ്സ്. കുരിശ് എപ്പോഴും ആളുകളെ 2 ഗ്രൂപ്പിലേക്ക് മാറ്റുകയാണ്. രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു പോകുന്നവരും. വിച്ച് ഗ്രൂപ്പ് യു ആർ എന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതിലേത് ഗ്രൂപ്പിലാണ് എന്ന് നമ്മൾ തിരിച്ചറിവില്ലാത്തവരായി ചരിത്രത്തിലും ട്രഡീഷനിലും ഒക്കെ പിടിച്ച്, അല്ലേ, ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലും ഒക്കെ പിടിച്ച് നശിച്ച് അസൂയ പൂണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതികളുണ്ട് എന്ന് പറഞ്ഞ് നശിച്ചു പോകുന്നവരുടെ ഗ്രൂപ്പിലാണോ അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. എനിവേ, ഗോസ്പൽ ഡിവൈഡ്സ്. ആ വാക്യം നമുക്കൊന്ന് എടുത്തു വായിക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ. അപ്പൊ 2 ഗ്രൂപ്പുണ്ട്. നശിച്ചു പോകുന്നവർ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇറ്റ് ഈസ് പവർ ഫോർ അസ്. പക്ഷെ മറ്റുള്ളവർക്കിത് ഫൂളിഷ്നെസ്. ബിക്കോസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, അല്ലേ, കർത്താവ് തന്നെ തൂങ്ങിക്കിടന്നത് ഒരു ഫൂളിഷ് ക്രോസിലാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭോഷത്വം എന്ന് ആളുകൾ വിചാരിക്കുന്ന കാൽവറി ക്രൂസിലാണ് യേശു തൂങ്ങിക്കിടന്നത് തന്നെ. അതുകൊണ്ട് യേശുവിനെ കാണുമ്പം കുറേ ആളുകൾക്കിത് ഭോഷത്വമായിട്ട് തോന്നും. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കിത് ദൈവശക്തിയാണ്. ദർ ഈസ് പവർ ഇൻ ദ ക്രോസ്, ദർ ഈസ് പവർ ഇൻ ദ ബ്ലഡ്, ദർ ഈസ് പവർ ഇൻ ജീസസ്. യേശുക്രിസ്തുവിൽ ശക്തിയുണ്ട്, ക്രൂശിൽ ശക്തിയുണ്ട്, അവൻ്റെ രക്തത്തിൽ ശക്തിയുണ്ട്. ആ ശക്തി നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കും. ആ ശക്തി നമുക്ക് വിശ്വാസ നീതി നമുക്ക് സൗജന്യമായിട്ട് നൽകും. അതാണ് പൗലോസ് പ്രസംഗിച്ചത്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് പോൾസ് റെസ്പോൺസ്. പൗലോസ് ഇപ്പം ജനത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. പൗലോസിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നും കൂടി നമുക്ക് നോക്കിയാലോ. ഹൗ ഡിഡ് പോൾ റെസ്പോണ്ട് ടു വാട്ട് വാസ് ഹിസ് വർക്ക് സ്ട്രാറ്റജി എന്ന് നോക്കിയാൽ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 13-5. കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അപ്പോൾ ആദ്യം അദ്ദേഹം എവിടെ പോയത്? യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. 14-ാം വാക്യം. അവരോ പെർഗയിൽ നിന്നും പുറപ്പെട്ടു പിസിദ്യ ദേശത്തിലെ അന്തോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. അപ്പോൾ ആദ്യം പൗലോസ് ഏത് സ്ഥലത്ത് ചെന്നാലും എവിടെ പോകുന്നത്? പള്ളിയിലാണ് പോകുന്നത്. 13-46-47 ഒക്കെ വായിച്ചാൽ 46 ഓൺവേർഡ്സ്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. ഈ കൺവിക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിളിക്കപ്പെട്ടത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഇത് ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ആദ്യം നിങ്ങളെ രക്ഷിക്കാനാണ് യേശു വന്നത്. എന്നാൽ നിങ്ങളതിൽ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവൻ, ഇതായി പറയുന്നത്, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സോ ഗോ ടു അനദർ ഡിസിഷൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ആദ്യം നിങ്ങളോട് പറയേണ്ടതായിരുന്നു, നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ. അപ്പൊ നമ്മളെ നിത്യയോഗ്യന് അയോഗ്യരെന്ന് വിധിക്കുന്നത് ആരാ? ദൈവമാണോ നമ്മളാണോ? ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ നിത്യജീവൻ വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പോൾ ഉള്ളതൊക്കെ മതി എന്ന് ആരാ വിധിച്ചത്? ദൈവമാണോ നിങ്ങളാണോ വിധിച്ചത്? നിങ്ങൾ യുവർ ചോയ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് നിത്യജീവൻ വേണമെന്ന് ഞാൻ തീരുമാനിക്കണം. കാരണം അതിനുള്ളതെല്ലാം ആര് ചെയ്തു വെച്ചിരിക്കുന്നു? ദൈവം ചെയ്തു. ഇറ്റ് ഈസ് യുവേഴ്സ് ടു ടേക്ക് ഇറ്റ് ബൈ സ്ട്രെച്ചിങ് യുവർ ഹാൻഡ്സ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി ഇതെടുത്ത് നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ദൈവത്തിൻ്റെ ദൈവം എന്നെ രക്ഷിച്ചില്ല എന്നൊന്നും ആരും പറയരുത്. ദൈവം മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ, യേശു ലോകരക്ഷകനാണ്. ആരും നശിച്ചു പോകാതെ, എൻ്റെ കയ്യിലിരിക്കുന്ന
മാറ്റമില്ലാത്ത, സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റമില്ലാത്ത ആഗ്രഹം ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകരുതെന്നാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ദൈവം തൻ്റെ പുത്രനെ നൽകിയത്. എന്നാൽ പൗലോസ് പിന്നീട് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയപ്പോഴും പറഞ്ഞു, ഞാൻ എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, ദൈവം ഉത്തരവാദിയല്ല. ബാക്കി ഒന്നുകൂടെ വായിച്ചാട്ടെ. നമ്മൾ തന്നെയാണ് ഈ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നിങ്ങൾക്കിത് വേണ്ട, ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിനാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കാം. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു. സന്തോഷിച്ചു. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. കണ്ടോ, രണ്ട് റിയാക്ഷൻസ് കണ്ടോ? ഒരു കൂട്ടർ ഇത് വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ മറ്റേ കൂട്ടര് സന്തോഷിച്ചു, മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. എന്താ അതിന്റെ അർത്ഥം? ദൈവം ഇവർക്ക് നിത്യജീവൻ, ജാതികൾക്ക് നിത്യജീവൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവര് തള്ളിയെങ്കിലേ അവർ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായ കാഠിന്യം, ബാക്കി പിന്നെ ദൈവം ചെയ്തോളും. അതുകൊണ്ട് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ട ആളുകൾ, there were people who were predestined to get eternal life in the Gentile community. അവർ ജാതികളുടെ കൂട്ടത്തിൽ അതിനായിട്ട് നിയമിക്കപ്പെട്ടിരുന്ന ആളുകളൊക്കെ വിശ്വാസത്തിലേക്ക് നിയമിക്കപ്പെട്ടിരുന്ന പറഞ്ഞാൽ ദൈവം ലിസ്റ്റ് തയ്യാറാക്കി വെച്ചെന്നല്ല അർത്ഥം കേട്ടോ. ആരൊക്കെ തീരുമാനിക്കുമെന്ന് ദൈവത്തിന് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, തീരുമാനം ആരുടെയല്ലേ ഇരിക്കുന്നത്? നമ്മുടെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് തീരുമാനിക്കുമെന്നുള്ളത് ദൈവം ആയതുകൊണ്ട് ദൈവത്തിന് അറിയാം, നേരത്തെ തന്നെ ദൈവത്തിന് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ദൈവം ലിസ്റ്റ് തയ്യാറാക്കി വെച്ച്, അല്ല ഇപ്പോൾ ഉടനെ ആൾ പറയും എന്നാൽ പിന്നെ എന്തിനാ സുവിശേഷം പറയുന്ന എല്ലാ ലിസ്റ്റും ദൈവത്തിൻ്റെ എല്ലാം ഇരിക്കുന്ന ദൈവം തീരുമാനിച്ചോട്ടെ എന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് വിത്ത് യു, ബട്ട് ഗോഡ് നോസ് വാട്ട് യു വിൽ ഡിസൈഡ് എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാണെങ്കിലും ഇങ്ങനെയാണ് പൗലോസിൻ്റെ അപ്പോസ്തോലത്വം തെളിഞ്ഞു വന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ. പൗലോസ് എങ്ങനെ ഒരു അപ്പോസ്തലനാകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി വന്നതൊന്നുമല്ല. കർത്താവ് തന്നെ നേരിട്ട് വന്ന് അവനെ കൺവേർട്ട് ചെയ്തിട്ട് അവൻ സാധാരണ ഒരു വിശ്വാസിയായി അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസിൻ്റെ സ്വാധീനത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്നും മനസ്സിലായി കാണുമല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്താ ഗുണം? നമ്മുടെ ശുശ്രൂഷയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ആത്മാവ് ചിലപ്പം ചിലരെയൊക്കെ, എനിക്കൊന്ന് ചിലരൊക്കെ അതാ ഉപവസിക്കാൻ പോകാത്തെന്ന് തോന്നുന്നു അല്ലേ, പോയിട്ട് ഇനി വേറെ ജോലിയൊക്കെ ഇട്ടും കാണും പോകേണ്ടി വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഏതാണെങ്കിലും ഇവർ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചപ്പോൾ ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിച്ചു, അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. അവരുടെ ദൗത്യം ആരംഭിച്ചപ്പോൾ അതെത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തതെന്നും ദൈവത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെട്ടതെന്നും പൗലോസിൻ്റെ അപ്പോസ്തോലത്വം എങ്ങനെയാണ് അംഗീകരിക്കപ്പെട്ടതെന്നുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ ഇടയായത്. എന്നാൽ പൗലോസിൻ്റെ ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതുവരെ ഒരു തുടക്കം മാത്രമായിരുന്നു. ഇങ്ങനെ ജാതികൾ ധാരാളമായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വേറൊരു വലിയ പ്രശ്നമുണ്ടായി. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഇപ്പം നേരെ തിരിഞ്ഞ സംഗതിയെല്ലാം പൗലോസ് ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ തിരിഞ്ഞ വിശ്വാസനീതിയെക്കുറിച്ചും ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ച സ്ഥാനത്ത് നൗ ഡേഞ്ചർ കംസ് ഫ്രം വിതിൻ ദ ചർച്ച്, സഭയുടെ അകത്ത് നിന്ന് തന്നെ. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസുകാരോടും പറഞ്ഞത്, ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. പുറത്തുനിന്നൊന്നുമല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ. കണ്ടോ, ഇതങ്ങനെ സംഭവിച്ചത്. ഈ വിശ്വാസത്തിലേക്ക് വന്ന ചില യഹൂദ സഹോദരന്മാർ ഒരു ഡിഫറൻറ്റ് ടീച്ചിങ്ങുമായിട്ട് വരിക ചെയ്യുന്നത്. അവർ പറഞ്ഞു, മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അപ്പോൾ ഡേഞ്ചർ എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് ഓർത്തോണം. നോട്ട് ഓൺലി ഫ്രം ഔട്ട്സൈഡ് ബട്ട് ഓൾസോ ഫ്രം ഇൻസൈഡ്. പുറത്തും അപകടമുണ്ട്, അകത്തും
അപകടമുണ്ട്. അകത്തെ അപകടം ഒരുപക്ഷെ പുറത്തെ അപകടത്തേക്കാൾ കടുപ്പം കൂടിയതുമാണ്. അതുകൊണ്ട് അകമൊക്കെ നന്നായിട്ട് ശരിയാക്കണം. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കാണാനായിട്ട് പൗലോസ് ഒരു മുൻകൈ എടുക്കുന്നതാണ് 15-ാം അധ്യായത്തിലെ വിഷയം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ഒരു മിഷണറി യാത്ര താൻ നടത്തുന്നത് 15-ാം അധ്യായത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തെ ഒരു മിഷണറി യാത്ര നടത്തി. അത് കഴിഞ്ഞിട്ട് താൻ അറസ്റ്റിലായി റോമിലേക്ക് തടവുകാരനായിട്ട് പോകുന്നു. ഇതാണ് പൗലോസിൻ്റെ ചരിത്രം. അപ്പോൾ നമുക്ക് യെരുശലേം കൗൺസിൽ മുതൽ തടവുകാരനായിട്ട് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇനിയത്തെ ഒരു ക്ലാസ്സിൽ പരിശോധിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് 1-ാം മിഷണറി യാത്രയുടെ കോണ്ടെക്സ്റ്റാണ്. അതായത് അതിൻ്റെ പോയ സ്ഥലമൊന്നും പറഞ്ഞില്ല, അത് നമ്മൾ വേറെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം പൗലോസിൻ്റെ ജീവചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസിനെ ഒരു ദൗത്യ നിർവഹണത്തിനായി അവൻ്റെ അപ്പോസ്തലത്വം തെളിഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിടുന്നതും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പൗലോസ് നിർണ്ണയിക്കുന്നതും നമ്മൾ കണ്ടു. ഇനി കുറേ പ്രസംഗങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ പ്രസംഗങ്ങളെല്ലാം നമ്മളിതുപോലെ അപഗ്രഥിക്കുന്നില്ല. കാരണം പൗലോസിന് അതിനൊക്കെയുള്ള കഴിവുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ 14-ാം അധ്യായത്തിലുണ്ട്, പല അധ്യായങ്ങളിൽ പൗലോസിൻ്റെ മെസ്സേജസ് കിടപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഷോ യു ദാറ്റ് ഹിസ് അപ്പോസ്റ്റൽഷിപ്പ് വാസ് പ്രൂവ്ഡ്. അപ്പോസ്തലത്വം തെളിഞ്ഞു, അംഗീകരിക്കപ്പെട്ടു. ആർക്കും ആ കാര്യത്തിൽ എന്തുണ്ടായില്ല? സംശയം ഉണ്ടായില്ല. ഇതുവരെ ബർണബാസും പൗലോസും എന്ന് പറഞ്ഞ സ്ഥാനത്ത് പൗലോസും ബർണബാസും, പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ എന്ന് പറഞ്ഞ മുഖ്യ സ്ഥാനത്തേക്ക് പൗലോസ് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കിയാൽ വളരെ ഫോക്കസ്ഡായിട്ട് പോയിൻ്റഡായിട്ട് പറയേണ്ട കാര്യം പറയുന്നത് കാണാം. യേശു എന്ന രക്ഷിതാവ്, സുവിശേഷം, ഉയർപ്പ്, ആ പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇവൻ മൂലം പാപമോചനം, വിശ്വാസനീതി, ഈ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് മനുഷ്യർക്ക് ഇതുവരെയുള്ള പ്രശ്നം? അവർ തിരിച്ചറിയാത്തത് കൊണ്ട് ഈ കാര്യങ്ങൾ അവനെയോ അവൻ്റെ തിരുവഴുത്തുകളെയോ അവർ ഗ്രഹിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതും ഏതാണ്ട് ഇതുപോലെ ഒരു മേഖലയിലാണ്. അപ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കണമേ. കുറേ പേരൊക്കെ വിശ്വസിച്ചത് നമ്മൾ കണ്ടല്ലോ. എപ്പോഴും ക്രോസ് ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. വിശ്വസിച്ചതിൻ്റെ കാരണം പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു. അവൻ വചനം മാത്രമേ സംസാരിച്ചുള്ളൂ. നമ്മൾ ആ ഒരു കാര്യത്തിലാണ്. സയൻസ് അല്ല സംസാരിച്ചത്, ജ്ഞാനമല്ല സംസാരിച്ചത്, ഫിലോസഫി അല്ല സംസാരിച്ചത്. അവൻ സംസാരിച്ചത് ദൈവവചനം, മാറ്റമില്ലാത്ത ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണത് സംസാരിച്ചത്. ഇത് തന്നെയാണ് നമുക്ക് പൗലോസ് മോഡലിൽ നിന്ന് ഇന്നും പഠിക്കുവാനുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളാണ് യെരുശലേം കൗൺസിൽ സോൾവ് ചെയ്തത്. പിന്നെ 2 യാത്രകൾ നടത്തിയത്, റോമിലേക്ക് യാത്ര ചെയ്തത്. നമുക്കത് വരുന്ന ക്ലാസ്സുകളിൽ പരിശോധിക്കാം. അതിനുശേഷം സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു അനാലിസിസും കൂടെ ഉണ്ട്. കാരണം പോയ സ്ഥലങ്ങളൊക്കെ ഏതായിരുന്നെന്നും അവിടെയൊക്കെ എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ ഉള്ളത് നേരത്തെ വായിച്ചു വെച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് മാത്രം. സോ കീപ് റീഡിങ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ഫ്രം 13 ഓൺവേർഡ്സ്. വിൽ ബി റിവ്യൂയിങ് ഇറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പോയി പലതരത്തിൽ അത് പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഈ പുസ്തകം മുഴുവൻ നമുക്ക് ഹൃദിസ്ഥമാകുന്നത്, നമുക്ക് അതിനകത്തേക്ക് വരാൻ പറ്റുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എപ്പിസിൽസ് ആൻഡ് റെവലേഷൻ. ദാറ്റ് വിൽ ബി ഡൺ ആഫ്റ്റർ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പ്രാർത്ഥിക്കാം. കർത്താവേ സ്വർഗ്ഗസ്ഥ പിതാവേ, പിന്നെയും ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭയെ ഉപദ്രവിച്ച, സഭയെ പീഡിപ്പിച്ച, സഭയെ മുടിച്ച കർത്താവ് പൗലോസിനെ രൂപാന്തരപ്പെടുത്തി കർത്താവ് അത്ഭുതകരമായിട്ട് സഭയെ പണിയുവാൻ ഉപയോഗിച്ച കർത്താവിൻ്റെ ആ ദിവ്യജ്ഞാനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവ് ഇങ്ങനെ ഒരു രൂപാന്തരം വരുത്തുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നീ ജീവിക്കുന്നവൻ, ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാതെ അത്യന്തം അത്ഭുതകരമായ കർത്താവെ മാനവ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ കർത്താവ് ഭൂമിയിൽ നടപ്പാക്കുന്ന കർത്താവിൻ്റെ കൃപയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവെ, അവൻ്റെ അപ്പോസ്തലത്വം തെളിഞ്ഞു വന്നതുപോലെ ആത്മപൂർണനായി വചന നിശ്ചയത്തോടെ പ്രസംഗിച്ചു എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളും കർത്താവ് ഇതിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവ് ഒരാളുടെ വിശ്വാസത്തിന് ദൈവശക്തി തന്നെയാണ് ആധാരം. ഞങ്ങളുടെ ജ്ഞാനമല്ല, ഞങ്ങളുടെ പ്രസംഗമല്ല, ഞങ്ങളുടെ സ്ട്രാറ്റജീസ് ഒന്നുമല്ല ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുവാൻ തക്കവണ്ണം, ഹൃദയങ്ങളിൽ കർത്താവെ രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം, ഡെലിവറൻസ് ഉണ്ടാകുവാൻ തക്കവണ്ണം, അവർ പാപത്തിൽ നിന്നും കർത്താവെ രോഗത്തിൽ നിന്നും എല്ലാവിധമായിട്ടുള്ള പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും ജനങ്ങൾ വിടുതൽ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ തിരുവെഴുത്തുകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹൃദയങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവ് വളരെ ആഴത്തിൽ വ്യാപരിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ വചനം പഠിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.